നമസ്കാരം. അപ്പോൾ നമ്മൾ +2 മാത്സ് എക്സാമിന്റെ ആൻസർ കീ ഒന്ന് വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഇതിന്റെ ആൻസർ പക്ക ആൻസർ മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ കീയുടെ സെക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പുകളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവില്ല. കൃത്യമായിട്ട് ഇതിന്റെ ഫൈനൽ ആൻസറിനെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ പറയണുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇവിടെ? ലെറ്റ് ആർ ബി എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ 1 2 3 ബൈ ആർ ഈസ് ഈക്വൽ ടു 1 1 2 2 3 3 1 3 എന്ന് പറഞ്ഞിട്ട് ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ എന്താണെന്നാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സാധ്യത? കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യണില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ആയിരിക്കും വരിക. ഇനി അടുത്തത് ഇവിടെ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്ക് ദ റിലേഷൻ ആർ ഈക്വലൻസ് ബൈ ആഡിങ് മിനിമം നമ്പർ ഓഫ് ഓർഡേഡ് പെയർ. ഏതൊക്കെ ഓർഡേഡ് പെയർ ആഡ് ചെയ്താലാണ് മക്കളെ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,1 പറയണ ആ ഒരു ഓർഡേഡ് പെയർ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ഈക്വലൻസ് റിലേഷൻ ആയിട്ട് മാറും. ഇനി ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക? ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? സെറ്റ് 1 3 എന്ന് പറയുന്നതായിരിക്കും. സെറ്റ് 1 3 എന്ന് പറയുന്നതായിരിക്കും മക്കളെ എന്ന് പറയുന്നത് ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി സൈൻ വേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് π/2, 3π/2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെല്ലുള്ള π/2, 3π/2 എന്ന് പറയുന്നതായിരിക്കും ഇവിടെ. ഇനി ഇവിടെ നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 - sin x എന്ന് പറയുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ഫൈനൽ ആൻസർ ആയിട്ട് വരിക π/4 + x/2 എന്ന് പറയുന്നതാണ് മക്കളെ ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് a + 2 + 3c + d ഈസ് ഈക്വൽ ടു 0 ആണ് മക്കളെ ആൻസർ ആയിട്ട് വരിക. ഇനി അതുപോലെ ഇവിടെ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആയിട്ടുള്ള 2 - 4 - 6, അതുപോലെ 1 - 2 - 3 4 - 8 - 12 ഈ ഒരു മെട്രിക്സ് ആണ് മക്കളെ ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് -1ഉം വൈയുടെ വാല്യൂ ആയിട്ട് 2 ആടാ മക്കളെ ആൻസർ ആയിട്ട് വരിക. എക്സിന്റെ വാല്യൂ ആയിട്ട് -1ഉം വൈയുടെ വാല്യൂ ആയിട്ട് 2 ആടാ മക്കളെ ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് f(x) 1/x - mod x എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരിക ഏതാണ് മക്കളെ? Z ആണ് ആൻസർ ആയിട്ട് വരിക. ഏതായിരിക്കും വരിക? Z, ഓപ്ഷൻ ഡി ആണ് മക്കളെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എക്സാമിന്റെ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f(x)ന്റെ വാല്യൂ f(0)ന്റെ വാല്യൂ എന്താ പറയുക? ആവാത്ത കാരണം ഇതെന്തായിരിക്കും മക്കളെ? ഇതെന്തായിരിക്കും പറയുന്നത്? നോട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് നോട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അടുത്തത് ദ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് increasing at the rate of 72 cm² per second. Find the rate of change of its volume when the edge of the cube is 3 cm എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ? ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക നോക്കിയാണ് മക്കളെ 54 cm³ per second ആണ് മക്കളെ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്തത് ഇവാലുവേറ്റ് x² into tan inverse x³ divided by 1 + x⁻6 into 6 x⁻6 dx എന്ന് പറയുന്നതാണ് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഏറ്റവും ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാൻ പോണ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? 1/6 into tan inverse x³ whole square plus c. ഈ ഒരു ആൻസർ ആണ് മക്കളെ നമുക്ക് അവസാനത്തേക്ക് കിട്ടുക. അതുപോലെ സെവൻത്തിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 0 to a 1/4 + x² dx is equal to π/6. then find the value of a എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുക 2√3 ആണ് മക്കളെ. എയുടെ വാല്യൂ ആയിട്ട് വരിക 2√3 ആണ് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത്? എയുടെ വാല്യൂ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യനാ. 4i എന്നുള്ളത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8i ആയിട്ട് മാറും. അപ്പൊ -3 × 2 എത്രയാണ് വരിക മക്കളെ? -6 ആണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? -6 ആണ് വരിക. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരുന്നു. ദെൻ അടുത്തത് ദ ഫംഗ്ഷൻ f(x)
the function f of x is equal to mod x plus mod x plus 2 is എന്തായിരിക്കും ഇവിടെ മക്കളെ വരിക? ഇതിൽ എന്തായിരിക്കും വരിക? ഇത് കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ്. കണ്ടിന്യൂസ് ആണ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു -2. ഇതാ ഈ ഒരു ഓപ്ഷൻ ആണ്, ഓപ്ഷൻ സി ആണ് മക്കളെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ y raised to x is equal to x raised to y. ഫൈൻഡ് dy by dx പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ dy by dx എന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത്? dy by dx എന്തായിരിക്കും വരിക? നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുമ്പോൾ dy by dx is equal to എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക? y into y minus x log y all divided by x into x minus y log x എന്ന് പറഞ്ഞിട്ട് വരൂടാ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് 3 മാർക്ക് എന്തായാലും കിട്ടിയിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? f of x is equal to x raised to x minus 1 into e raised to x plus 1 is an increasing function, then which of the following is correct? ഏതാണ് മക്കളെ ഇതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക? ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്ന ആള് എന്ന് പറയുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏതാണ് മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏതാ? ഫൈൻഡ് ദ ഇന്റർവൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f of x is equal to sin x plus cos x എന്ന് പറയുന്ന ആ ഒരു ഇന്റർവൽ ഇൻക്രീസിങ് ഡിക്രീസിങ് ആണ് മക്കളെ വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടാവുന്ന ആ ഒരു ഇന്റർവെല്ലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 0 to π/4 വരും. പിന്നെ അടുത്തത് ഏതായിരുന്നു മക്കളെ? π/4 to π/4 to 5π/4 വരും. പിന്നെ അതുപോലെ എന്താ പറയാ? 5π/4 to 2π. ഈ പറയുന്ന ഇന്റർവെൽസ് ആണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇതിൽ 0 to π/4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. π/4 to 5π/4 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഡിക്രീസിങ് ആയിരിക്കും. ഈ 5π/4 to 2π എന്ന് പറയുന്ന ഇന്റർവെൽ എന്തായിരിക്കും മക്കളെ? ഇൻക്രീസിങ് ആയിരിക്കും വരിക. ഇങ്ങനെയാണ് വരിക എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ഓഫ് among all rectangles inscribed in a given circle the square has maximum area. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താ പറയുക? സിമ്പിൾ ആയിട്ട് ഒന്നുമില്ല, നമ്മൾ ആ ഒരു കണ്ടീഷൻ എടുത്തിട്ട് എക്സും വൈ ഒക്കെ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ആ ഒരു കണ്ടീഷൻ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ അവസാനം എന്താ പറയുക? എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് മാക്സിമം വാല്യൂ കിട്ടുള്ളൂ എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി എന്താ പറയുക? നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് എത്താൻ പറ്റും. അപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 4 മാർക്ക് കിട്ടും. പിന്നെ അതുപോലെ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയണ ആ ഒരു പറയുന്ന ഒരു കർവിന്റെ റഫ് സ്കെച്ച് വരയ്ക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ റഫ് സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എങ്ങനെയായിരിക്കും വരിക? എങ്ങനെയായിരിക്കും വരിക? ഒരു സർക്കിൾ അല്ലെ? ഒരു സർക്കിൾ വരച്ചിട്ട് ഈ ഒരു ഭാഗമല്ല മക്കളെ വരിക, ഈ ഒരു ഭാഗമല്ലേ വരിക? ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതിയോ? ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയാ? ഈ ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? Hence find the area bounded by the curve y square is equal to 16 minus x square in third quadrant using integration ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഏരിയ ആയിട്ട് വരിക, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4π ആണ് ആൻസർ ആയിട്ട് വരിക. പക്ഷെ ഒരിക്കലും ഏരിയ നെഗറ്റീവില് പറയാത്ത കാര്യം കാരണം 4π സ്ക്വയർ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ആ മക്കളെ ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രേഷനിലെ 13ാമത്തെ അല്ലെ? 0 to a root x ഡിവൈഡഡ് ബൈ root x പ്ലസ് റൂട്ട് ഓഫ് a മൈനസ് x dx എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അവിടെ വാല്യൂ വരുന്നത് എത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ വരിക നമുക്ക് a/2 ആണ് ആ മക്കളെ. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്ന് പറയുന്നത് a/2 ആണ് ആ മക്കളെ വരിക. a ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. ഒരു മിനിറ്റ് ഒന്ന് a ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അതാ നോക്കിയാടാ മക്കളെ ഇതിന്റെ ഓർഡർ എത്രയാണ് വരിക? ഓർഡർ എത്രയാണ് വരിക? 4 ആണ് വരിക. അതുപോലെ ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഇതിന്റെ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഇൻ എ ബാങ്ക് പ്രിൻസിപ്പൽ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ ഇയർ ഇൻ ഹൗ മെനി ഇയേഴ്സ് ₹1000 ഡബിൾ ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഫൈൻഡ് യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് മക്കളെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ആൻസർ എത്ര പറഞ്ഞിട്ട് വരൂടാ മക്കളെ? t is equal to 20 log 2. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ t is equal to എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക 20 log
2 എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. 20 log 2 എന്ന് പറഞ്ഞിട്ടാണ് വരിക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതായിരുന്നു മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 15th ക്വസ്റ്റ്യൻ. എ ബി സി ആർ 3.7 പൊസിഷൻ വെക്ടേഴ്സ് 2i plus 3j plus 4k 7i plus 5j plus 8k and minus 3i plus 7j plus 11k respectively. How far is the point A from the B? എയിൽ നിന്ന് ബിയിലോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും വരിക? എ ബിയുടെ ലെങ്ത് കണ്ടുപിടിച്ചാൽ പോരെ, എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ പോരെ, എ ബി എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ എത്രയായിരിക്കും വരിക? റൂട്ട് 45 ആയിരിക്കും ഇവിടെ വരിക. റൂട്ട് 45 ആയിരിക്കും വരിക. അതുപോലെ എ സി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് ചെയ്യാടാ ഇവിടെ ഹൗ ഫാർ എ പോയിന്റ് ഫ്രം ബി. പിന്നെ അതുപോലെ എന്താ പറയുക, ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ സി എ ബിയുടെ ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സി എ ബിയുടെ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ മക്കളെ വരിക? സി എ ബി എന്ന് പറയുന്ന ഒരു ആംഗിൾ എത്രയായിരിക്കും വരിക? കോസ് ഇൻവേഴ്സ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 11 divided by 45 root 2 എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ എന്തെന്നാ പറയുക മെഷർ വരിക. ആംഗിൾ സി എ ബിയുടെ ആ ഒരു മെഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ വരിക? പ്രൊജക്ഷൻ എ സി ഓൺ എ ബി ആണ് വരിക. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 11 divided by root 45 ആയിരിക്കും വരിക. ഫൈനൽ ആൻസർ ആട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദ ലൈൻസ് x by 1 is equal to y by 2 is equal to z by 3 and x minus 1 by minus 2 y minus 2 by minus 4 z minus 3 by minus 6 are എന്തായിരിക്കും മക്കളെ? ഈ പറഞ്ഞ കേസിൽ എന്താണ് മക്കളെ വരാൻ സാധ്യത എന്ന് പറയുന്നത്? ഇവരെന്തായിരിക്കാനാ സാധ്യത? പാരലൽ ആയിരിക്കും മക്കളെ. ഈ രണ്ട് ലൈനുകളും എന്തായിരിക്കും മക്കളെ? പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. ദെൻ ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2, -1, 3 ആൻഡ് ഈക്വലി ഇൻക്ലൈൻ ടു ദ ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ആൻസർ എത്രയാണ് മക്കളെ വരിക? ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക 2i minus j plus 3k plus lambda into i plus j plus k. ഇങ്ങനെയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇന്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയാണ് വരിക? 5 ഇൻറ്റു, അതായത് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 മൈനസ് 7 log x plus 2 plus root of x square plus 4x plus 10 plus c ഇതായിരിക്കും മക്കളെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. then അടുത്തത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മക്കളെ ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്? x sin inverse x plus x sin inverse x plus x sin inverse x plus root of 1 minus x square plus c. ഇതായിരിക്കും മക്കളെ സൈൻ ഇൻവേഴ്സ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് വരിക എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്? പിയും ക്യൂവും, അതായത് പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറഞ്ഞിട്ട് എഴുതാടാ? സൊല്യൂഷൻ പി ഈസ് ഈക്വൽ ടു 2x by 1 plus x സ്ക്വയറും p is equal to 2x by 1 plus x സ്ക്വയറും q is equal to നമുക്ക് cot x by 1 plus x സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to ഈ ഇന്റഗ്രൽ ഓഫ് p e raised to log 1 plus x square is equal to 1 plus x square എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ സൊല്യൂഷൻ ഈസ് y into 1 plus x square. ഇവിടെ എഴുതാനുള്ള ഒരു ഗ്യാപ്പ് കാരണം ഞാൻ ഗ്യാപ്പിന്റെ ഒരു പ്രശ്നം കാരണം ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ മക്കളെ. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y into 1 plus x square is equal to integral cot x divided by 1 plus x square into 1 plus x square dx എന്ന് പറഞ്ഞിട്ട് വരും. അതായത് y into 1 plus x square is equal to log of sin x plus c എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്. then next question എന്ന് പറയുന്നത് solve the differential equation dy by dx is equal to xy plus x plus y plus 1 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷന്റെ ആൻസർ എന്തായിട്ടാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? log y plus 1 is equal to
എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് വരും മക്കളെ. ഇതായിരിക്കും ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. then അടുത്തത് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ ഈസ് എത്ര ആയിരിക്കും മക്കളെ വരിക? 19ാമത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരിക മക്കളെ? 180 ഡിഗ്രി ആയിരിക്കും. സ്ട്രെയിറ്റ് ആംഗിൾ ആയിരിക്കും അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതുപോലെ എന്താ പറയുക, ലെറ്റ് എ വെക്ടർ ഈസ് എ വെക്ടറും ബി വെക്ടറും സി വെക്ടറും തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണം. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് അല്ലെ. ആൻഡ് സി ക്രോസ് ഡി ഈസ് ഈക്വൽ ടു എന്താവാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? യൂണിറ്റ് വെക്ടർ ആവാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പറഞ്ഞ കേസ് നോക്കുമ്പോൾ എങ്ങനെയാണ് ആ മക്കളെ വരിക എന്ന് പറയുന്നത്? എ ക്രോസ് ബി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി അല്ലെ. എ ക്രോസ് ബി ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? ഐ പ്ലസ് ജെ പ്ലസ് 3k എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ അതുപോലെ സി ഡോട്ട് ഡി വെക്ടർ എന്ന് പറയുന്നത് ആൻസർ ഫൈനൽ ആൻസർ എത്രയാണ് മക്കളെ വരിക? 1/4 ഇൻറ്റു ഐ പ്ലസ് ജെ പ്ലസ് 3k എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഐ പ്ലസ് ജെ പ്ലസ് 3k എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ്. അതായത് ഇത് മറ്റേ നമ്മുടെ ഇക്വേഷനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് √61/2 സ്ക്വയർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ആ ഒരു ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക? ഒന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും വരിക? തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? കോസ് ഇൻവേഴ്സ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 8/5√3 എന്ന് പറഞ്ഞിട്ടും. രണ്ടാമത്തെ ആൻസർ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഈ പറഞ്ഞ ആ ഒരു ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്തുകൊണ്ട് വരും മക്കളെ? 3/√2 എന്ന് പറഞ്ഞിട്ടും വരും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആൻസർ വരിക, ഇതാണ് രണ്ടാമത്തെ ആൻസർ വരിക. അപ്പൊ ഇത്രയാണ് മക്കളെ ഇതിന്റെ ഫൈനൽ ആൻസറിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന്, അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളോട് ഈ ഒരു ആൻസർ ഷെയർ ചെയ്യാതെ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 2-3 മണിക്കൂർ വേണ്ടി വരും നമുക്കിത് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് നമുക്കും ആ ഒരു സമയത്തിനുള്ളിൽ പെട്ടെന്ന് എക്സാം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സമയത്തിനുള്ളിൽ എൻ്റെ മക്കൾക്ക് വേഗം ഉത്തരത്തിലോട്ട് എത്താനുള്ള, നിങ്ങൾ ചെയ്ത ഫൈനൽ ആൻസർ കറക്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷൻ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പൊ നമ്മളിവിടെ വേഗം ഓടിച്ചൊന്ന് എന്താ പറയുക, ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.